വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു റെയിൻഡിയർ ഫാമിലിക്കാണ്. അവിടെ കുറേ റെയിൻഡിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെതർ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മൾ റോവിനേമിൽ നിന്ന് ഏകദേശം ഒരു 12-13 എത്ര കിലോമീറ്റേഴ്സ് അകലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ആ പിക്കപ്പ് ചെയ്യാനായിട്ട് വാൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗൈഡ് വരും. അലക്സ് എന്നാണ് ഗൈഡിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ റെയിൻഡിയർ ഫാം വിസിറ്റ്, റെയിൻഡിയർ റൈഡ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഇന്ന് ചിലപ്പോൾ സാന്റാക്ലോസ് വില്ലേജ് വിസിറ്റ് ചെയ്യും. കാരണം ഇന്നും കൂടെ ഉള്ളൂ നമ്മളിവിടെ. നാളെ നമ്മൾ റിട്ടേൺ പോവുകയാണ്. ഞങ്ങളങ്ങനെ ഇവിടുത്തെ ജസ്റ്റ് ഒരു ഫാം വിസിറ്റ് ആണല്ലോ. ഇവിടെ വലിയൊരു ഫാമാണ്, പക്ഷെ കാണാൻ എന്നെ രസമെന്നറിയോ. Guys, let me tell you some stuff about reindeers. Those reindeers are semi-wild animals, and it means that they like to have their own personal space. And even though they are looking cute, they don't like to get touched. ഒന്നും ചെയ്യരുത് കേട്ടല്ലോ നിന്നോട്. ഇപ്പോൾ ആണത് എൻ്റെ തീറ്റ കൊടുക്കുന്ന വണ്ടിയാണ്. നിങ്ങളിപ്പോൾ ഈ കണ്ടതൊക്കെ മേൽ റെയിൻഡിയേഴ്സ് ആണ് കേട്ടോ. ഞാൻ ഇന്റർനെറ്റിൽ കണ്ടതാണ് ഈ ലാപ്ലാൻഡിൽ മനുഷ്യരെക്കാട്ടി കൂടുതൽ റെയിൻഡിയേഴ്സ് ആണെന്ന്. ഈ ഫാമിൽ തന്നെ കണ്ടുപിടി മനുഷ്യരെക്കാട്ടി കൂടുതൽ റെയിൻഡിയേഴ്സ് ഇവിടെ ഉള്ളത്. ഇവിടെ കുറേ റെയിൻഡിയേഴ്സ്. എൻ്റെ മോനെ എന്തോരാന്ന് നോക്കിയേ. 170 of them. Oh, 170 females are ഇവിടെ ഉള്ളത്. We're having around 400 reindeers total. We're having different fences here, and around 100 reindeers we are getting for meat each year. So we need to get more reindeers every year. You can see that here is the one which is all white. It is quite a rare. It's less than 1% that are all white. ഈ വൈറ്റ് കളർ വലിയ റേറാ, അധികമൊന്നും ഇല്ല. ഇപ്പൊ തന്നെ ഇവിടെ നമുക്ക് 3 കാണുന്നുള്ളൂ. ഇപ്പൊ ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്രോസൺ ലേക്കിലാണ്. ഏകദേശം ഒരു 3 ഫീറ്റ് വരെ ഐസ് കട്ട പിടിച്ച് കിടക്കുക. അതുകൊണ്ട് എത്ര ശ്രമിച്ചാലും വെള്ളത്തിനടി പോവില്ല. ദേ അവിടെ നിന്ന് ഐസ് അതാഴ്ത്തോട്ട് മൊത്തം. ഇതൊരു ഫ്രോസൺ ലേക്കാ, അടിപൊളി. റെയിൻഡിയറിൽ കുറച്ച് പേര് റൈഡിനങ്ങ് പോയി. പിന്നെ നമ്മൾ ഇന്ന് സർവൈവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കാലിൽ ഫുഡ് വാർമർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാലിൽ അത്ര തണുപ്പ് കിട്ടുന്നില്ലല്ലേ. കാല് വലിയ സീനില്ല. പക്ഷെ കൈക്ക് നമ്മൾ ഹാൻഡ് വാർമർ വെച്ചിട്ടില്ല. സോ കൈക്ക് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഫ്രോസൺ ലേക്ക്. ഇത് നല്ല കട്ടിയുള്ള ഐസ്. അതുകൊണ്ട് എത്ര ചാടിയാലും തുള്ളിയാലും താഴെ പോകുന്നുള്ള പേടി വേണ്ട അല്ലേ. ധൈര്യമായിട്ട് നടക്കാം. ഗൈസ് റെയിൻഡിയർ റൈഡിന് പോവാണേ. സോ ക്ലോസ്. ഞാൻ വിചാരിച്ചില്ല ഇത്ര ക്ലോസ് ആയിട്ടിരിക്കാൻ പറ്റുമെന്ന്. വലിയ സീനുണ്ടെന്നാണ് അവർ പറഞ്ഞത്. എന്നാലും ഗൈസ് റെയിൻഡിയർ റൈഡ് സ്റ്റാർട്ട്. ഇത് ഹസ്കി പോലെ അല്ല കേട്ടോ, നടക്കുക. അതുകൊണ്ട് ഞാൻ 500 മീറ്ററിന്റെ റൈഡ് എടുത്തോളൂ. അങ്ങനെ റെയിൻഡിയർ റൈഡ് കഴിഞ്ഞു. ഞാൻ ഇറങ്ങാൻ പോവാണ്. നൈസായിരുന്നു കേട്ടോ. റെയിൻഡിയർ അടുത്ത് വന്നു. ഇനി നമ്മൾ ബ്ലൂബെറി ജ്യൂസ് കുടിക്കാൻ പോവാം. ബ്ലൂബെറി ജ്യൂസ്. Our clients are asking that where we are having our baby reindeers, but sorry to say it's not time for that yet. It's a time when reindeers are going back to wild, then they are giving birth, and that happens in the wild. They don't need any help. You are getting your driving license. കൊമ്പാണ് കേട്ടോ, ഫീമെയിൽ ആണ്. ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് ഇത് ഊരിയിട്ടിട്ട് വീണ്ടും റീ ഗ്രോത്ത് ചെയ്യും. There you go. Thank you. You're welcome. That's license. ഇതിപ്പോൾ ബേബി റെയിൻഡിയറിൻ്റെ ആണ് കേട്ടോ. മറ്റേ നേരത്തെ കണ്ടത് അമ്മയുടെ ആണ്. ഇത് കുഞ്ഞിൻ്റെ ആണ്. ഇത് കുറച്ച് കട്ടി കുറവാണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. ഫീലുണ്ട്. കളറും വ്യത്യാസമാണ്. ഗൈസ് അപ്പോൾ ഏറ്റവും വലിയ മെയിൽ റെയിൻഡിയറിൻ്റെ കൊമ്പ് കാണിച്ചു തരാവേ. നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് മെയിൽ റെയിൻഡിയറിൻ്റെ കൊമ്പ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഫീമെയിൽ റെയിൻഡിയറിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഗ്രോ ചെയ്യണതാണ്. ലാസ്റ്റ് അവരുടെ ടൈം ആകുമ്പോഴത്തേക്കും അവർ ഫൈറ്റ് ചെയ്യും. കാരണം ഫൈറ്റ് ചെയ്യുന്ന ഈ കൊമ്പ് വെച്ചിട്ടാണ്. പിന്നെ ഈ ഒരു കൊമ്പെന്ന് വെച്ചാൽ റെയിൻഡിയറിൻ്റെ ഒരു സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ അവർക്ക് കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ നല്ല വെയിറ്റ്. ഇത് എങ്ങനെ തലയിൽ ചുമന്ന് പോകുന്നത് എനിക്കറിയില്ല. ഇത് റെയിൻഡിയറിൻ്റെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 8 മാസമാണ്. അതിൽ ഒരു കുട്ടീനെ കിട്ടത്തുള്ളൂ. 2 കുട്ടീനെ കിട്ടുന്ന ഭയങ്കര റെയറാണ്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ന്യൂസ് പേപ്പറിലൊക്കെ ഓരോന്നാണ് പറയുന്നത്. നമുക്ക് റെയിൻഡിയറിൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇത് റെയിൻഡിയറിൻ്റെ തോല്, റെയിൻഡിയർ കൊമ്പ്, റെയിൻഡിയർ 10 തൊട്ട് 60 euro വരെ പീസിന് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലക്സ് ആണ് നമ്മളെ ഇന്ന് ഫുള്ള് ഗൈഡ് ചെയ്തത്. താങ്ക് യു അലക്സ്. താങ്ക് യു ഫോർ ദ എക്സ്പീരിയൻസ്.
Thank you. It was great to have you. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പോയിട്ട് ഇനി സാന്റാക്ലോസ് വില്ലേജ് വിസിറ്റ് ചെയ്യണം, സാന്റാനെ കാണണം, ഫോട്ടോ എടുക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അധികം നാളെ നമ്മൾ തിരിച്ചു പോകും. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ സാന്റാക്ലോസ് വില്ലേജിൽ വന്നേക്കാം കേട്ടോ. ഈ കറങ്ങി കാണുന്നതാണ് സാന്റാക്ലോസ് വില്ലേജ്. സോ നമുക്ക് സാന്റനെ മീറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. സാന്റ ചെയ്യാം. പക്ഷേ നമ്മൾ ഇന്നലെ വന്ന സാന്റാക്ലോസിൻ്റെ സ്ഥലം ഇതല്ലായിരുന്നു, പിന്നെ സോനിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ വാങ്ങിച്ചു. പിന്നെ അതിനെക്കാട്ടും നല്ല സോനിയർ കാണില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല വിഷമം വരും. ഫോട്ടോ വീഡിയോ അപ്പോൾ നമ്മൾ സാന്റാക്ലോസിനെ മീറ്റ് ചെയ്യാനായിട്ട് ഈ പെണ്ണിൻ്റെ കാര്യം, സാന്റാക്ലോസിനെ മീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ആൾക്കാർ വയ്ക്കാൻ എനിക്ക് കയറാൻ പറ്റും നമുക്ക് രണ്ടുപേർ കൂടെ. എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാം. പിന്നെ അങ്ങോട്ടേക്ക് വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡല്ല. സോ ഇവിടം വരെ എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മൾ സാന്റാക്ലോസിലേക്ക് വിസിറ്റ് ചെയ്തിട്ട് ഇതേ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. സാന്റാക്ലോസ് എന്ന് പറയുകയാണെങ്കിൽ കൈയൊക്കെ തൊട്ടുമ്പോൾ ഭയങ്കര സോഫ്റ്റ്. ഞാൻ പിന്നെ അങ്ങ് ചേർന്നിരുന്ന് കൊടുത്തേച്ച് ഫോട്ടോ എടുക്കുകയല്ലേ. കണ്ടോ അടുത്തടുത്ത്. ഇവനാണെങ്കിൽ പേടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാ. പിന്നെ കേരളമൊക്കെ അറിയാം, നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് കയറിയപ്പോൾ തന്നെ. ഇത് കൂടാണ്ട് നമ്മൾ സാന്റാ മീറ്റ് സർട്ടിഫിക്കറ്റ് പോലെ ഇത് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ആർട്ടിക് ക്രോസ് ചെയ്തപ്പോഴും എല്ലാത്തിനും നമുക്ക് ഇതുപോലത്തെ ഓരോ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. കൈൻഡ് ഓഫ് ഫാൻറ്റസി ആണത്. മീര വർഗീസ് മീറ്റ് റിയൽ സാന്റ. യെസ്, യാ കണ്ടോ അറോറ ഹണ്ടിങ്. അപ്പോൾ എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ സാന്റനെ മീറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പോൾ നമ്മൾ സാന്റാക്ലോസ് വില്ലേജിലോട്ട് കയറുവാണ്. ഈ ബാക്കിൽ കാണുന്നതാണ് സാന്റാക്ലോസ് വില്ലേജ്. ഈ ഏരിയ മൊത്തം അതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വലിയൊരു സ്നോമാൻ ഉണ്ട്. ഇതേ ഇരിക്കുന്നു സ്നോമാൻ. ആ സാന്റാക്ലോസ് നമുക്ക് ലെറ്റർ അയക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാ? ഇതേത് പോസ്റ്റ് ഓഫീസ് എവിടുത്താ? ഇപ്പോൾ നമ്മൾ സാന്റാക്ലോസിനെ മീറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ എത്ര രൂപ പൊട്ടി? എത്രയാവുന്ന 200 യൂറോയോ? എങ്ങനെ? ഏകദേശം ഒരു 150 യൂറോ. ആ ഫോട്ടോസും പിന്നെ ഫോട്ടോ മെയിൽ അയക്കുന്നതിന് 35 യൂറോ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം നല്ലൊരു എമൗണ്ട് ഒക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ വന്നു. പിള്ളേരായിട്ട് വരുന്നു. ഇവിടെ കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. മൊത്തം മഞ്ഞിൽ പൊതിഞ്ഞ പ്രദേശങ്ങൾ. അപ്പോൾ ഞാൻ ഇപ്പം ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്. തണുത്തിട്ടാണെങ്കിൽ ചുണ്ടൊന്നും അനങ്ങണില്ല. ഇപ്പോൾ നമ്മൾ ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്തിട്ടെന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇമാജിനറി ലൈനാണ്. ഫോട്ടോഗ്രാഫി പണ്ട് പഠിച്ചത്, പക്ഷേ ഞാൻ മറന്നുപോയി. എനിക്കിതിനെ പറ്റിയുള്ള ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും എനിക്ക് അപ്പം അറിയില്ല. ഈ സാധനം കൂടെ ഉള്ള കാര്യമൊന്നും. അങ്ങനെ ഫൈനലി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. എൻ്റെ പേരെന്തായിരുന്നു? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്പെഷ്യലാണ് മുട്ട റെയിൻഡിയർ മീറ്റ് വിത്ത് സ്മാഷ്ഡ് പൊട്ടറ്റോ. ഇത് ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് ആണ് കേട്ടോ. ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടി നമ്മൾ ഒരെണ്ണേ ഓർഡർ ചെയ്തുള്ളൂ. വേറെ ഇത്തിരി പുളിയായിരിക്കുമെന്ന് തോന്നുന്നു. മാനിൻ്റെ മീറ്റ് നമ്മൾ പ്രാവശ്യം ട്രൈ ചെയ്തതാണ്. റെയിൻഡിയർ മീറ്റിൻ്റെ മീറ്റ് ബോൾസ്. അത് പക്ഷേ ഭയങ്കര ഹാർഡായിരുന്നു. പക്ഷേ ഇത് അത്ര ഹാർഡല്ല, ഇത്തിരി സോഫ്റ്റ് മീറ്റാണ് കേട്ടോ. സോഫ്റ്റാണ് മീറ്റ്, നല്ല ടെൻഡറായിട്ടുള്ള മീറ്റ്. സൂപ്പർ. പച്ച സാധനം കഴിക്കുമ്പോൾ എന്ത് തോന്നുന്നു? നന്ന് കഴിച്ചാൽ ലിത്വാനിയെന്ന് കഴിച്ചാൽ ചുണേനെക്കാട്ടി ടേസ്റ്റാണോ? കുക്ക്ഡ് അല്ലല്ലേ? അപ്പോൾ ഞാൻ ഇനി മുതൽ കുറച്ച് പച്ചമീൻ തരാം. ഗൈസ്, അങ്ങനെ നമ്മൾ സാന്റാക്ലോസ് വില്ലേജ് നിങ്ങൾ ബീ റോൾസ് വെച്ച് എല്ലാം മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രത്യേകം എന്ന് വെച്ചാൽ സാന്റാക്ലോസിനെ മീറ്റ് ചെയ്യുക. പിന്നെ ഇന്നലെ നേരത്തെ നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെയാണ് കേട്ടോ. സ്കീ റൈഡ്, റെയിൻഡിയർ റൈഡ്, പിന്നെ സൂ ഉണ്ട് ഇവിടെ.
അവിടെ മറ്റേ പോളർ ബെയർ എല്ലാം ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളു. ഇന്നാണെങ്കിൽ നല്ല സൂര്യനുള്ളതുകൊണ്ടേ ഡ്രോൺ സൂര്യനുള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ യെല്ലോ ഷെയ്ഡൊക്കെ ആയിട്ട്. ഇത് ഇവിടെ അധികം ഇങ്ങനെ വരത്തില്ലല്ലേ, കാരണം ഇന്നലെയൊക്കെ ഭയങ്കര ക്ലൗഡി ആയിരുന്നു. പിന്നെ സൂര്യനെ കാണാൻ പോലും ഇല്ലായിരുന്നു ഇന്നലെ. എന്താ തണുത്തതാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ അതേ കൈയൊക്കെ തണുത്തത് ഹാൻഡ് വാമർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്ടോ പോക്കറ്റിൽ. ഹാൻഡ് വാമർ വെച്ചുകൊണ്ട് കൈ പിടിക്കുന്നുണ്ട്, ഇത്തിരി ചൂട് കിട്ടുന്നുണ്ട്. പിന്നെ ലെഗ് വലിയ സീനില്ല ഇന്ന് ഫീറ്റ് വാമർ വെച്ചിട്ടുണ്ട്. പണ്ടാണ് ചുണ്ടൊക്കെ മരവിച്ച്. ചൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം ഇരുട്ടും. ഒരു 4-4:30 വരെ വെട്ടം കാണും മാക്സിമം കൂടിപ്പോയാലും. അതെന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൻ കൂടി നൈസായിട്ടൊന്ന് പ്രസ് ചെയ്തിടുക. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ദിവസം നാളെ നമ്മൾ റിട്ടേണിങ് ആണ് കേട്ടോ. റിട്ടേണിങ് പറയുകയാണെങ്കിൽ റിട്ടേണിങ് നമ്മൾ സാധാരണ ഇങ്ങോട്ട് വരുമ്പോഴാണ് എല്ലാവരും സംഭവം എടുക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ എടുത്തില്ല. റിട്ടേണിങ് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം എന്താണെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും അഡിയോസ്. ബൈ 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 ബൈ. ചുണ്ടക്കം വരെ